UAE-ലെത്തി ഫസ്റ്റ് ഡേ തന്നെ മഴ കാണാൻ പറ്റി. ഇപ്പോഴും മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ആയിട്ട് കാണാനില്ല. റോഡൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. വേഗം തന്നെ മഴ മാറി വെയിലും വന്നു. നമ്മുടെ ഫ്ലാറ്റിൽ നിന്നുള്ളൊരു ബാൽക്കണി വ്യൂ ആണിത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ദുബായിലെത്തിയിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം കണ്ടാലോ? ഇന്ന് 2 ഡെസ്റ്റിനേഷനാണുള്ളത്. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം റെഡിയായിട്ട് ഇറങ്ങി. ഞങ്ങൾ പോകുന്ന ഒരു ടൈമിൽ ചെറിയൊരു പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ കണ്ട് പേടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ മഴ മാറി വെയിലൊക്കെ വന്നു. ഇന്നത്തെ ഞങ്ങളുടെ ലൊക്കേഷൻ കുറച്ച് ലോങ് ആണ്. അബുദാബിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹൈസൂട്ടി ഉറങ്ങിപ്പോയി. അബുദാബിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഓൾമോസ്റ്റ് എത്തിച്ചേരാറായി. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഇതുപോലെ കുറച്ച് ഓഫ് റോഡ് വഴിയും കൂടെ പോകണം. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. മരുഭൂമിയുടെ ഇടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആ ബ്യൂട്ടിഫുൾ പ്ലേസ്. അൽ വത്തബ സോൾട്ട് ലേക്കാണിത്. അവിടെ കുറേ നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൈസൂട്ടിക്ക് ചെറിയ കോൾഡൊക്കെ ഉണ്ട്. അതാണ് ആളുടെ മുഖം വയ്യാണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴി ക്യാമൽ റൈഡൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. ഇതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കാണ്. 2019 ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്നത് സെക്കൻഡ് ടൈമാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് സൗജന്യ എൻട്രിയാണ്. ബട്ട് നമ്മളവിടെ കയറുന്നതിന് മുമ്പ് നമ്മുടെ പേര് വിവരങ്ങളും എല്ലാം വെച്ചൊരു പാസ് എടുക്കണം. അത് കാണിച്ചതിന് ശേഷം മാത്രമാണ് സെക്യൂരിറ്റി നമ്മളെ പള്ളിയുടെ ഉള്ളിലേക്ക് കടത്തിവിടുള്ളൂ. 2019 ഷോപ്പിംഗ് മോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് പള്ളിയിലേക്ക് കയറുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് പള്ളിയുടെ ഉള്ളിൽ കയറി. മാഷാ അല്ലാ, എന്ത് അടിപൊളിയാണല്ലേ. വിശുദ്ധിയുടെ നിറമായ വെള്ള നിറത്തിൽ അടിപൊളിയായിട്ടുണ്ട് പള്ളി കാണാൻ. ഞങ്ങൾ 2019 പോയപ്പോൾ ഉള്ളൊരു പിക്ചറാണിത്. ആ ഒരു ടൈമിൽ ഗേൾസിനൊക്കെ ഇതുപോലെ പർദ്ദ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് പള്ളിയുടെ ഉള്ളിലാണ്. പള്ളിയുടെ ഉള്ളിലെ ഇൻറ്റീരിയർ വർക്ക്സും ഡിസൈനും അതുപോലെ തന്നെ അവിടെ വിരിച്ചിട്ടുള്ള കാർപ്പറ്റും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മൾ പോയ 2 ഡെസ്റ്റിനേഷനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അടിപൊളി പ്ലേസ് ആയിരുന്നു രണ്ടും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്